ഹായ് ഫ്രണ്ട്സ്, ഭംഗിയുള്ള വീടുകൾ കാണിക്കണമെന്ന് നിങ്ങളെല്ലാവരും പറയാറില്ലേ? അങ്ങനെ ഭംഗിയുള്ള വീടുകൾ തെരഞ്ഞിട്ടാണ് നമ്മൾ നടക്കുന്നത്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പൂനൂരാണ്. ENS ആർക്കിടെക്ട്സ് ചെയ്ത മനോഹരമായിട്ടുള്ള ഒരു വീട് തന്നെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഈ വീട് 2500 സ്ക്വയർ ഫീറ്റ് ആണുള്ളത്. അതുപോലെ ഈ ഒരു പ്ലോട്ട് ആണെങ്കിലോ 20 സെന്റും. ഭംഗിയുള്ള വീടുകൾ നിർമ്മിക്കുമ്പോൾ നിങ്ങൾ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതുപോലുള്ള പ്ലോട്ടുകൾ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് കുറച്ച് ഫ്രണ്ടിൽ നിന്ന് നല്ല വ്യൂ കിട്ടുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ വീടിന് ഇത്രയും ഭംഗി നിങ്ങൾക്ക് തോന്നുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം കണ്ടംപററി ആണ്, നല്ല കളർ കോമ്പിനേഷൻ ആണ്, അടിപൊളിയാണ്. 20 സെന്റ് പ്ലോട്ടിലുള്ള ഈ മനോഹരമായ വീടിന്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. വീടുപണിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട്. നിങ്ങൾ ഇതുവരെ സന്ദർശിച്ചില്ലെങ്കിൽ ഒന്ന് സന്ദർശിച്ച ഒരുപാട് വീഡിയോസ് കാണാം. ഡെക്കോ ഡിസൈൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലുക്കൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഐറിൻ വില്ലയിലാണ്. നല്ല അടിപൊളി ഗേറ്റ്, അതുപോലെ അതിൻ്റെ മതിലൊക്കെ ടെക്സ്ചർ പെയിന്റിലൊക്കെ ചെയ്തിരിക്കുകയാണ്. തണ്ടർമാക്സിൻ്റെ വുഡും ബ്ലാക്ക് കളറുള്ള ഗേറ്റ് ഡിസൈനുമാണ് വന്നിരിക്കുന്നത്. വലിയ ഗേറ്റ് എൻട്രി ചെയ്യുമ്പോൾ തന്നെ കോബിൾ സ്റ്റോൺ കാണാം, നാച്ചുറൽ സ്റ്റോൺ കാണാം, അതുപോലെ തന്നെ നാച്ചുറൽ ഗ്രാസും കാണാം. ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എല്ലാ എലമെൻറ്റ്സും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഹൈലൈറ്റ്. ഏറ്റവും പ്രധാനമായിട്ട് വീട് പണി തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരുപാട് നാച്ചുറൽ പ്ലാന്റ്സ് കൊടുക്കണം, അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങൾ ആഡ് ചെയ്യണം. അതെല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന ഏരിയ ലാൻഡ്സ്കേപ്പിംഗ് ഏറ്റവും ഭംഗിയായിട്ട് നിൽക്കുന്ന രീതിയിൽ ചെയ്തു. അതുപോലെ ഈ റൈറ്റ് സൈഡിൽ കാർ പോർച്ചിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ വുഡൻ ഷെയ്ഡിൽ വരുന്ന സോഫിറ്റ് പാനലുകളാണ് ഇതിൻ്റെ സീലിങ്ങിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ മെറ്റൽ സ്ട്രക്ചറിലാണ് ചെയ്തത്. ഇത് 2 കാലിൽ നിൽക്കുന്നത് കാൻറ്റിലിവർ ആയിട്ട് സപ്പോർട്ടിങ്ങിലൂടെയാണ്. അതുപോലെ ഈ സൈഡിലുള്ള വലിയ വൃക്ഷങ്ങൾ ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല. നാച്ചുറലായിട്ട് നല്ല ചക്കയൊക്കെ കായ്ക്കുന്ന മരങ്ങളാണ്. അതൊന്നും കളയാതെ ഒരുപാട് നാച്ചുറൽ പ്ലാന്റ്സും കൂടെ കഴിഞ്ഞ് ഈ വീടിൻ്റെ മുറ്റത്തേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. അത്രയും ഭംഗിയിലാണ് ഈ ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത്. 20 സെൻറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും നല്ല രീതിയിൽ ഗാർഡനുകളൊക്കെ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആർക്കിടെക്റ്റിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. ഇതിൻ്റെ ആർക്കിടെക്ട് നിഷാനയാണ്, അവർക്കുള്ളതാണ് ആ ക്രെഡിറ്റ്. ഈ കാണുന്ന വീടിൻ്റെ ഡിസൈനിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ കളർ കോമ്പിനേഷനാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള കളർ കോമ്പിനേഷൻ, ഐവറി കളറിൻ്റെ കൂടെ ഗ്രേയും ഓറഞ്ചും വന്നപ്പോൾ ഈ വീടിൻ്റെ ലുക്ക് ഒന്ന് വേറെ തന്നെയായി. വീടിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ കണ്ടംപററി ഡിസൈനാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ അത്ര കണ്ടുപരിചയമില്ലാത്ത ലെവലിംഗ് ആണ് ഇതിന് കാണാൻ പറ്റുന്നത്. ഹൈലൈറ്റായി കാണുന്നത് ഈ ഒരു ഹൈലൈറ്റ് വാൾ തന്നെയാണല്ലോ. ഈ കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുന്ന ഇതിലേക്ക് വരുന്ന ടെക്സ്ചറിൻ്റെ കൂടെ ഷെയ്ഡുകളാണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ആംഗിളിൽ ഈ ടെക്സ്ചർ ചെയ്തപ്പോൾ ഇതൊരു നല്ല ഒരു ഷോ കിട്ടുന്ന ഒരു ഷോ വാളായിട്ട് മാറി. ഇതിൻ്റെ വിൻഡോ ഡിസൈനും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ വിൻഡോകൾ ഇതിൽ വന്നപ്പോൾ നല്ലൊരു വെന്റിലേഷൻ കിട്ടുന്നതിന് അത് യൂസ്ഫുള്ളായി. അതുപോലെ തന്നെ ഈ വീടിൻ്റെ രണ്ടാമത്തെ ഒരു എലമെൻ്റ് എന്ന് പറയുമ്പോൾ ഈ സിറ്റ് ഔട്ടിൻ്റെ എലമെൻ്റ് ആണ്. അതാണ് ഇങ്ങനെ കാൻറ്റിലിവർ ആയിട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. പലപ്പോഴും സ്റ്റെപ്പുകളിലേക്ക് വരാത്ത രീതിയിൽ സൺഷെയ്ഡുകളൊക്കെ നിൽക്കുമ്പോൾ വീട്ടിനകത്തേക്ക് വെള്ളം തെറിച്ചു പോകുന്നൊരവസ്ഥ കാണാറുണ്ട്. അതിവിടെ ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ മേലേക്ക് വരികയാണെങ്കിൽ നല്ല ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അതുപോലെ മേലെ വരുന്ന ബാൽക്കണിയിൽ വുഡൻ ഷെയ്ഡ് കണ്ടില്ലേ, സോഫ്റ്റ് പാനലുകൾ തന്നെയാണ് അവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. മരം കൊണ്ടുള്ള പാനലുകൾ പലപ്പോഴും നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുന്നത് കൊണ്ട് മരത്തിൻ്റെ ഫീൽ കിട്ടുന്ന ഇതുപോലുള്ള പാനലുകളാണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിറ്റഴിക്കുന്നത്. അതുകൊണ്ട് എല്ലാ വീടിനും ഇതുപോലുള്ള ഡിസൈനുകൾ ഇപ്പോൾ കാണാറുണ്ട്. ഇനി ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടിൽ എടുത്തു പറയേണ്ടത് ഈ ഒരു നാച്ചുറൽ സ്റ്റോണിൻ്റെ കൂടെ തന്നെ ഗ്രാസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻ്റർലോക്കുകളാണ് കേട്ടോ. ഇൻ്റർലോക്ക് നമ്മൾ നേരെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കയറുമ്പോൾ സ്റ്റെപ്പിലൊരു വ്യത്യസ്തതയുണ്ട്. മെയിൻ ഏരിയയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒന്ന് മാറി നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റെപ്പുകൾ ഉള്ളത് കേട്ടോ. അതുകൊണ്ട് നമുക്കിതാ ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്യാൻ കുറച്ച് വെള്ളമൊക്കെ അറേഞ്ച് ചെയ്ത് നല്ല ഫിഷുകളൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സിറ്റ് ഔട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിറ്റ് ഔട്ടിലേക്ക് എൻട്രി ചെയ്യുകയാണെങ്കിൽ ആ ബ്ലാക്ക് കളർ ആയിട്ടുള്ള ഗ്രാനൈറ്റ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒരു കോളത്തിൽ ഇത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ സിറ്റ് ഔട്ടിൻ്റെയും ഈ ഒരു വീടിൻ്റെയും ഈ ഒരു ഓറഞ്ച് കളറിലെ വലിയ ഒരു കോളം ഡിസൈൻ ഈ ഒരു ലെഫ്റ്റ് സൈഡിലും കൂടെ കൊടുത്തതാണ്. ഭംഗിയുള്ള വീടിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളാണ് ഇനി പറയാൻ പോകുന്നത്. ഈ ഒരു വീടിൻ്റെ അകത്തുള്ള പ്രധാനമായിട്ട് എൻട്രി ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് ലിവിങ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ആണ്. ഇതുപോലുള്ള ലിവിങ്ങിൽ നമ്മളൊരു കോർണർ സോഫയൊന്നും ഇടാതെ സെപ്പറേറ്റ് സീറ്ററുകൾ സെറ്റ് ചെയ്യാണ് എപ്പോഴും ഉചിതം. അതുപോലെ തന്നെ ഭംഗിയായിട്ട് ഇത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. വലിയൊരു കാർപ്പറ്റും നല്ലൊരു സെൻറ്റർ ടേബിളും ഇതിന് ഭംഗിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ TV ഏരിയ ഈ ഒരു വോളാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്.
ടി വി വാളിനെ അട്രാക്റ്റീവ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതാ ഇവിടെ ചാർക്കോൾ പാനലുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ കളർ വേരിയേഷൻസ് വുഡൻ ഐഡിയാസ് ഒന്നും കൊടുക്കാതെ സിമ്പിൾ മാർബിൾ ടച്ചിലേക്കാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു തീമിന് ഇത് ഏറ്റവും മാച്ചായി. ഇതിൻ്റെ സീലിംഗ് ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു ഫ്ലാറ്റൻ സീലിംഗ് ആണ്, POP സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സിലിണ്ടറിക്കൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഏരിയയിലെ കർട്ടൻസ് കണ്ടില്ലേ, ഗ്രീൻ ഷെയ്ഡിലേക്ക് വന്നു. ആ ഒരു ഗ്രീൻ ഷെയ്ഡിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ടിഫാനി കളർ സോഫകളാണ് കൊടുത്തിട്ടുള്ളത്. എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങൾ, ഫർണിച്ചർ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു വ്യൂവിൽ തന്നെ കാണുന്നുണ്ടാവും. അതിൽ പ്രധാനപ്പെട്ടതാണ് മെറ്റലിൽ വന്നിരിക്കുന്ന ഈ ഒരു ലെഗും അതിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു കളർ കോമ്പിനേഷനും അതുപോലെ പ്ലാന്റ്സും. ഇതാ നേരെ ഹാളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം ഈ ഒരു വാളാണ്. നല്ല ടെക്സ്ചർ പെയിൻറ്റ് കാണാം, നല്ല ഭംഗിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു വുഡൻ ബീഡിങ് കൊടുത്തുകൊണ്ട് പൂർണ്ണമായിട്ട് സീലിംഗ് വരെ ഈ ഒരു ടെക്സ്ചർ ചെയ്യാതെ തന്നെ ഈ ഒരു വാള് ഭംഗിയായി മാറി. അതുപോലെ ലൈറ്റുകളൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റിങ്ങും ഹാങ്ങിങ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ. ഇനി നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ ഒരു ഡൈനിങ് സ്പേസും അതുപോലെ തന്നെ ഈ ഒരു കോർട്ട്യാർഡ് ആയിരിക്കുമല്ലോ. അതിന് മുൻപായിട്ട് പറയാനുള്ളത് ടൈലുകൾ കൊടുത്തിരിക്കുന്നു. 5-3 സൈസിലുള്ള ടൈലുകളാണ്, അപ്പോക്സി വെച്ച് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ മൊറോക്കൻ പാറ്റേണുകൾ നിങ്ങൾ പല സ്ഥലത്തായിട്ട് കണ്ടിട്ടുണ്ടാകും. ഇവിടെ ഡൈനിങ് സ്പേസിന് മൊറോക്കൻ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ അതിലേക്ക് മാച്ച് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ മാർബിൾ വന്നിരിക്കുന്ന ഡൈനിങ് സ്പേസും കാണാൻ പറ്റും. ഈ ഒരു ഡൈനിങ് സ്പേസിന് ചാരിയിട്ട് തന്നെയാണ് വലിയ കോർട്ട്യാർഡ്. പക്ഷേ ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ഒരു സംഭവം കാണാം, വാഷ് ബേസിൻ ഏരിയ. ഇതും സിമ്പിളായിട്ട് തന്നെ ഇവിടെ ഒരു സിംഗിൾ ലെഗിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും ടൈല് കൊണ്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയേണ്ടത് ഈ ഒരു കോർട്ട്യാർഡിനെ കുറിച്ചല്ലേ. കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. നല്ല പെബിൾസ് കൊടുത്തിട്ടുണ്ട്, വാക്ക് വേ കൊടുത്തിട്ടുണ്ട്, നാച്ചുറൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്, നാച്ചുറൽ പ്ലാന്റ്സും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടെർമിനാലെ പ്ലാന്റിൻ്റെ കൂടെ തന്നെ ചുമരിലൂടെ പടർന്നു പിടിക്കുന്ന പ്ലാന്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോഴേക്ക് ഇതാകെ ഒരു നാച്ചുറൽ ഏരിയ ആയി മാറും. അതിനും കൂടെ ടൈം എടുക്കും. വീടുകൾ പുതുതായി ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ കുറച്ച് നേരത്തെ സെറ്റ് ചെയ്യണം എന്ന് പറയുന്നത് ഇതുകൊണ്ട് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ പടർന്ന് പന്തലിച്ചാൽ സൂപ്പർ വ്യൂ ആയിരിക്കും. അപ്പോൾ ഈ വ്യൂവിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ സ്റ്റെയർ ആണ്. ഈ സ്റ്റെയറിൻ്റെ കാര്യമല്ല ഇപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റെയർ മെറ്റലിലാണ് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായിട്ടും മെറ്റൽ സ്ട്രക്ചറാണ്. അതിലേക്ക് വുഡൻ സ്റ്റെപ്പുകളും വുഡൻ ഹാൻഡ് ഗ്രാബും സെറ്റ് ചെയ്തപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷനും കൂടെ വന്നപ്പോൾ അടിപൊളിയായില്ലേ. കിച്ചണിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഈ ഒരു പാസേജിൽ നല്ല ആർട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നേരെ എൻ്റർ ചെയ്യുമ്പോൾ ഒരു പാസേജാണ്, ഡോറുകളില്ല, ഓപ്പണിംഗ് സ്പേസ് ആണ്. ഗ്രീൻ കളറുള്ള ഭംഗിയുള്ള ഒരു കിച്ചൺ. അതെ, ലൈറ്റ് ഗ്രീൻ, പിസ്ത ഗ്രീൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കളർ കോമ്പിനേഷനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നേരെ എൻ്റർ ചെയ്യുമ്പോൾ ആണ് കൗണ്ടർ വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാം. 2 ചെയറുകൾ വൈറ്റ് കളറിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നാനോ വൈറ്റ് 4Kയുടെ കൗണ്ടർ ടോപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ എല്ലാം. ഇങ്ങോട്ടൊക്കെ അതിൻ്റെ ഒരു ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഗ്രീനിലേക്ക്, പിസ്ത ഗ്രീനിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ മാച്ച് ചെയ്യുന്ന ഒരു കളർ തന്നെയാണ് നാനോ വൈറ്റ് 4K. കൗണ്ടറുകൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. അത്യാവശ്യം വേണ്ട എല്ലാ ഡോറുകളും അതുപോലെ തന്നെ ഡ്രോവേഴ്സും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പൂൺ ട്രേകളും ടാൻഡം ബോക്സുകളും അതുപോലെ പുൾ ഔട്ടുകളും എല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ ഹൈറ്റാണ്. കിച്ചൻ്റെ ഹൈറ്റ് നിങ്ങൾ നോക്കിയാൽ അപ് ടു സീലിംഗ് ആണ്. അതായത് സീലിംഗ് വരെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോവാണ്. ഡ്രോപ്പ് ചെയ്ത ഒരു ഡിസൈൻ അല്ല. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ഇതുപോലുള്ള ഷെൽഫുകൾ അഡീഷണൽ ആഡ് ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഈ ഒരു ഏരിയ കൂടാതെ ഒരു അഡീഷണൽ വരുന്ന ഒരു ഏരിയ ആണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഫ്രിഡ്ജ് ഏരിയ എന്ന് പറയാം, അല്ലെങ്കിൽ മാക്സിമം സ്റ്റോറേജ് ഏരിയ എന്ന് പറയാം. ഇതൊക്കെ ഇവിടെ ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ ടോൾ യൂണിറ്റും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഇതിനകത്ത് സ്റ്റോറേജുകൾ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന അക്രലിക് ഫിനിഷാണ്. ഇതിനകത്ത് വരുന്ന ബോർഡ് വന്നിരിക്കുന്നത് WPC ആണ്. WPCയിൽ അക്രലിക്കും കൂടെ ചെയ്തപ്പോൾ ഈ ഒരു കിച്ചൺ വേറെ ലെവലായില്ലേ. പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് ഇതുപോലുള്ള ബിസ്ക്കറ്റ് പോലുള്ള ടൈലുകൾ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. കിറ്റ്കാറ്റ് എന്നൊക്കെയാണ് ഇതിന് പറയാറുള്ളത്. എന്തായാലും അതിൻ്റെ വൈറ്റ് കളർ ടോണിൽ വന്നിരിക്കുന്ന ടൈലുകളാണ് അണ്ടർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഭാഗത്ത് വെനീഷ്യൻ ബ്ലൈൻഡ്സും ഗ്രീനിൽ തന്നെ കൊടുത്തപ്പോൾ അതും ഭംഗിയായി. അതുപോലെ ഈ ഒരു ഏരിയ കൂടാതെ എക്സ്ട്രാ വർക്ക് ഏരിയ കൂടെ ഈ ഒരു കിച്ചണിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുള്ളത് മാസ്റ്റർ ബെഡ്റൂമിലാണ്. ഇവിടെ ഡിസൈനിൽ വളരെ സിംപ്ലിസിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഹെഡ് വോളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ടെക്സ്ചർ പെയിൻറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വാളിൽ തന്നെ ഇതുപോലുള്ള ഗ്രൂ ഡിസൈനും കൂടെ വന്നപ്പോൾ ഈ ഒരു ടെക്സ്ചർ ഒന്നും കൂടെ ഹൈലൈറ്റ് ആയി. അഡീഷണൽ ഇങ്ങനെ ഒരു എലമെൻറ്റ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ഡ്രോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കാൻഡിലീവർ ആയിട്ടുള്ള ഒരു ബെഡ് കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ഒരു ഐവറി ടച്ചുള്ള ടൈലുകൾ തന്നെയാണ് ഇങ്ങോട്ടും കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. 4x2 ആണ്. അതിൽ അഡീഷണൽ ഒരു ആർക്കിടെക്ട് ടച്ച് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു കാണുന്ന മൊറക്കൻ ടൈലാണ്. ഇത് സെപ്പറേറ്റ് കട്ട് ചെയ്ത് ചെയ്തതാണ് കേട്ടോ.
ഈ ഒരു ഏരിയയിലേക്ക് കൂടെ വരുമ്പോൾ നമുക്ക് ഒരു ബെഡ്റൂമിൻ്റെ സൈസ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഏകദേശം 4:20 സൈസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ വലിയ ഇതുപോലുള്ള പ്ലീറ്റഡ് കർട്ടൻസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ഷിയറും കൂടെ വന്നപ്പോൾ ആ ഒരു ഫീല് കിട്ടി. എന്നിട്ട് എക്സ്ട്രാ ടേബിളും ഒരു ചെയറും ഈ ഒരു സൈഡിലാണ് ഡ്രസ്സിങ് ഏരിയ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. മിറർ ഇവിടെ ഒരു ക്യാപ്സ്യൂൾ സ്റ്റൈലിൽ ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഈ ടെക്സ്ചർ വർക്കിൻ്റെ കൂടെ സ്റ്റിക്കർ വർക്ക് കൂടെ വന്നപ്പോൾ ഈ ഒരു വാളിനും നേരത്തെ കണ്ടതുപോലുള്ള ഒരു റാൻഡം ആയിട്ടുള്ള റെക്റ്റാങ്കിൾ ഷേപ്പ് കിട്ടി. അതുപോലെ തന്നെ വാർഡ്രോബുകൾ ഈ ഒരു സൈഡിലേക്കാണ് വന്നിരിക്കുന്നത്. വാർഡ്രോബ് വ്യത്യസ്തമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആർക്കിടെക്ട് ടച്ച് വരുന്ന രീതിയിൽ തന്നെയാണ് വാർഡ്രോബ് ലാമിനേറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു വാളിൽ ബിൽറ്റിൻ ആയി വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തത്. പിന്നെ ഈ റൂം അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യത്തോട് കൂടിയതാണ്. ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിനാണുള്ളത്. ഡിഫറെൻറ്റ് ഡിസൈനാണ് എനിക്ക് ഫീൽ ചെയ്ത്. ഹെഡ് വാളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ടെക്സ്ചർ പെയിൻറ്റിനെ എങ്ങനെ വൃത്തിയായിട്ട് അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ടോണിലേക്ക് കൊണ്ടുവരാമെന്നാണ്. സ്മൂത്ത് ആൻഡ് റഫ് പാറ്റേണുകൾ ഈ സർക്കിളിൻ്റെ കൂടെ വന്നപ്പോൾ ഈ ഒരു ഏരിയ ഒന്നും കൂടെ ഹൈലൈറ്റ് ആയി. അതുപോലെ ഇത് പ്ലാസ്റ്ററിങ്ങിൽ തന്നെ ചെയ്തിരിക്കുന്ന ഐഡിയ ആണ് ഹെഡ് വാളിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ കർട്ടൻസ് എല്ലാം ഇവിടെ റിപ്പിൾ കർട്ടൻസ് ആണ് ചെയ്തിരിക്കുന്നത്. ഷിയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെഡ് കോട്ട് നേരത്തെ കണ്ട പോലെ തന്നെ കാൻഡിലീവറിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു മിററിൽ ചെറിയൊരു ഡിസൈനർ ടച്ചും കൂടെ കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ്. അത് ഈ ഒരു റൂമിനെ അട്രാക്റ്റീവ് ആക്കി. അതിലുപരി വാർഡ്രോബ്സ് എല്ലാം റത്തൻ പാറ്റേൺ ഇതിനകത്ത് കൊണ്ടുവന്നു. അതുപോലെ വാർഡ്രോബുകളെല്ലാം WPC തന്നെയാണ് കവർ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ നമുക്കൊരു ബാൽക്കണി പോലെ ഒരു ഏരിയ കിട്ടും കേട്ടോ. എന്താ വ്യൂ! ഈ കാണുന്ന കോട്ടയാട് ഏരിയയിലേക്ക് നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടുന്ന് അങ്ങ് ദൂരേക്കും കാണാം, അതുപോലെ തന്നെ താഴേക്കും നല്ല വ്യൂ തന്നെയാണ്. മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഈവനിങ്ങിലൊക്കെ നല്ല വൈബ് കിട്ടുന്ന സ്ഥലം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. വുഡൻ സ്റ്റെപ്പ് കഴിഞ്ഞ് നേരെ ടൈലും അതേ കളർ കോമ്പിനേഷനിൽ വന്നു. അതിനുശേഷം ഐവറി ടൈലിലൂടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഫസ്റ്റ് ഫ്ലോർ ഏരിയ കിട്ടും. ഇവിടെ എടുത്തു പറയേണ്ടത് ഇവിടെ നിന്നുള്ള വ്യൂ തന്നെയാണ്. മാക്സിമം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ലൈറ്റിങ്ങും അതുപോലെ ഈ ഒരു വൈറ്റ്നെസ്സും. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ നല്ല യെല്ലോ കളറിലുള്ള അടിപൊളി 2 സോഫ കൊടുത്തു. സീലിങ്ങിലാണ് മറ്റൊരു അട്രാക്ഷൻ. POP സീലിംഗ് ബൗണ്ടറി ആയിട്ട് കൊടുത്ത് എക്സ്പോസ്ഡ് സീലിംഗ് കൺസെപ്റ്റാണ് സീലിങ്ങിൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലും 2 ബെഡ്റൂമുകളാണുള്ളത്. ഇവിടെ ഒരു നല്ലൊരു കൺസോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ബെഡ്റൂം അതാണ് നിങ്ങൾക്ക് കാണേണ്ട കാഴ്ച. അതിനിടയ്ക്ക് അവിടെ ഒരു പെയിൻറ്റിങ് ശ്രദ്ധേയപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഈ വീടിൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ് നല്ല രീതിയിൽ വരച്ചിട്ടുണ്ട്. അകത്തുള്ള കാഴ്ചകളല്ലേ കാണേണ്ടത്. ഒരു ഗ്രീൻ തീമിൽ വന്നിരിക്കുന്ന മറ്റൊരു റൂം. അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആർട്ട് വർക്ക് പോലെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഡിസൈനുകളാണ് കേട്ടോ. ആക്ച്വലി ഈ ഒരു എക്സ്ട്രാ വർക്കാണെങ്കിൽ കൂടി ഈ റൂമിൻ്റെ ഒരു ഹൈലൈറ്റ് ഫീൽ എനിക്കിതിൽ ഫീൽ ചെയ്തു. ഈ ഗ്രീനിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ലൈല കളർ ടച്ചും കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ ഒരു കളർ കോമ്പിനേഷനിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ലാമിനേറ്റിനും അതേ ഒരു കളർ തീം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം WPCയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ലാമിനേറ്റ്സ് ആണ് ഇവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ടേബിൾ ഈ ഒരു സൈഡിൽ സെറ്റ് ചെയ്തു. അതുപോലെ നല്ല പ്ലേറ്റഡ് കർട്ടൻസ് ആണ് ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അവിടുന്ന് നല്ല നമ്മൾ എക്സ്റ്റീരിയറിൽ നിന്ന് കണ്ട വ്യൂ ഈ ഒരു ബെഡ്റൂമിൻ്റെ ആയിരുന്നു. നമുക്ക് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ വരെ നമുക്കത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു മിറർ ഈ ഒരു സൈഡിലേക്ക് ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ മറ്റൊരു ബെഡ്റൂമാണ്, 4ാമത്തെ ബെഡ്റൂമാണ്. ഇവിടെ ഹെഡ് ബോർഡിൽ മൊറോക്കൻ ടൈൽസ് യൂസ് ചെയ്തിട്ടോ, അതാണ് ഇതിനകത്ത് എന്ന അട്രാക്ഷൻ. കർട്ടൻസ് സെയിം ആണ്, അതുപോലെ തന്നെ ബെഡ് കോട്ടിൻ്റെ പ്ലേസ് സെയിം ആണ്. അതുപോലെ വാളിൽ ഒരു അട്രാക്ഷൻ ഈ ഒരു ഭാഗത്താണ് കണ്ടിരിക്കുന്നത്. അതുപോലെ വാർഡ്രോബ് ഈ ഒരു സൈഡിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന് എക്സ്ട്രാ വരുന്ന വലിയൊരു ഓപ്പൺ ബാൽക്കണി ഈ ഒരു ഫ്രണ്ടിൽ വരുന്നു. ഇവിടെ ഇരുന്നാൽ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടേജ് വരെ കാണാൻ പറ്റും. നല്ലൊരു ഫസ്റ്റ് ഫ്ലോർ ഏരിയ ആയിട്ട് എനിക്ക് തോന്നി. ഈ ഒരു വീട് പൂർണ്ണമായിട്ട് ഡിസൈൻ കൺസെപ്റ്റ് എല്ലാം ചെയ്തിരിക്കുന്നത് നിഷാനയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ ഈ ഒരു ഭംഗിയുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. പലരും ബഡ്ജറ്റൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം വീടിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ വീടിൻ്റെ സൈസിനല്ല ബഡ്ജറ്റ്, അതിൻ്റെ ഡീറ്റെയിലിങ്ങിനാണ് ബഡ്ജറ്റ് ആവുക. ഇപ്പോൾ ഈ ഒരു വീടിന് തന്നെ നമുക്ക് കോമ്പൗണ്ട് വാളുകളെല്ലാം കെട്ടി ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്, അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ കോസ്റ്റ് അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളി വീടുകൾ നമ്മുടെ പേജിൽ ഒരുപാടുണ്ട്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്താൽ തന്നെയാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ, എനർജി ഉണ്ടാവുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ. നമ്മുടെ കൂടെ ഉള്ളത് ഹൗസ് ഓണർ ആരിസ്കയാണ്. ആരിസ്ക, വീട് അടിപൊളിയായിട്ട് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്ത് തന്നെയാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം, വീടിൻ്റെ പൊസിഷൻ മാക്സിമം ബാക്കിലേക്ക് കൊണ്ടുവന്നു. അത് തന്നെയാണ് ഭംഗി എന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ആർക്കിടെക്ട് എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്? ട്രിവാൻഡ്രം ബേസ് ആയിട്ടുള്ള ENS ആർക്കിടെക്ട് നിഷാനയാണ് ഇത് ചെയ്തത്. അവർക്ക് കോഴിക്കോടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു കസിൻ്റെ വീട്
ചെയ്തിട്ട് കണ്ടിട്ടാണ് ഞാൻ അവരെ സമീപിച്ചത്. അപ്പോൾ എൻ്റെ പ്ലാൻ അയച്ചു കൊടുത്തായിരുന്നു തന്നെ. അവർ വന്നു കണ്ടു. അപ്പോൾ ഇങ്ങനെ വീട് വേണമെന്ന് അവരെന്നോട് പറഞ്ഞിരുന്നു. ആ രീതിയിൽ തന്നെയാണ് അവർ ചെയ്തത്. ഓക്കെ. അപ്പോൾ അതിൽ തന്നെ എത്രയും ബാക്കിലേക്ക് പ്ലേസ് ചെയ്തു? ബാക്കിലേക്ക് അവിടെ അതുപോലെ ഇവിടെ ഫലവൃക്ഷങ്ങളാണ്. ഹൗസ് വാമിങ് കഴിഞ്ഞപ്പോഴൊക്കെ എല്ലാം കായ്ച്ചില്ല. എങ്ങനെയാണ്? അത് അവർക്ക് പ്ലാൻ അയച്ചു കൊടുത്തത് തന്നെ അവർക്ക് എനിക്ക് ലൊക്കേഷൻ ഇതിൻ്റെ കറക്റ്റ് സ്ഥലം മാർക്ക് ചെയ്ത് തന്നിരുന്നു. ഇന്ന സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ഇന്ന സാധനങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഞാൻ അതനുസരിച്ച് എല്ലാം തൈകളൊക്കെ നട്ട് അതിനൊക്കെ ഇറിഗേഷനൊക്കെ കറക്റ്റായിട്ട് കൊടുത്ത് അപ്പോൾ ഹൗസ് വാമിങ് ആകുമ്പോഴേക്ക് അതെല്ലാം കായ്ച്ചു. അതെ, അതാണ് അതിൻ്റെ ബാക്കിലെ രഹസ്യം കേട്ടോ. പിന്നെ മാക്സിമം ഗ്രീനറി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലൈറ്റിങ് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. പകൽ സമയത്ത് ഇതിനകത്ത് ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല അല്ലേ? അതൊക്കെ അവരുടെ പ്ലാനിങ്ങിൽ തന്നെ ആദ്യം ഉണ്ടാവും. അത് ഞാൻ അവരോട് പിന്നെ കൊടുത്ത ആകെയുള്ളൊരു സെഷനായിരുന്നു. നല്ല കാറ്റ് വേണം, നല്ല വായുസഞ്ചാരം വേണം. അത് 100% അവരെനിക്കത് റെഡി ആക്കി തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളെ കോട്ടയാട് കണ്ടാൽ നമുക്കറിയാം അത് ഭംഗിയിലല്ലേ ചെയ്തത്. അപ്പോൾ ആർക്കിടെക്ട് നിഷാനയുടെ മേൽനോട്ടത്തിലാണ് വർക്കുകൾ നടന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ താങ്ക് യു.